ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽഡിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ഗ്യാസ് ഇൻ ആൻ ഓക്സിജൻ സിലിണ്ടർ? ഓക്സിജൻ സിലിണ്ടറിനകത്തുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് സി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രഷർ ഇൻസൈഡ് ദ ഓക്സിജൻ സിലിണ്ടർ? ഓക്സിജൻ സിലിണ്ടറിനത്തെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 to 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ എ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഓക്സിജൻ ഗ്യാസ് ആൻഡ് അസറ്റിലിൻ ഗ്യാസ് റിക്വയർഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ഈസ് സ്റ്റോർഡ് ഇൻ. സ്റ്റോർ ചെയ്തേക്കുന്ന സിലിണ്ടറിന്റെ ഷേപ്പ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ബോട്ടിൽ ഷേപ്പ് സിലിണ്ടറിനകത്താണ് സ്റ്റോർ ചെയ്യുക. ഓപ്ഷൻ എ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വാൾസ് ആർ ഡാഷ് ത്രെഡഡ്. ഓക്സിജൻ ഗ്യാസിന്റെ സിലിണ്ടർ നമുക്കറിയാം, അത് വർക്കേഴ്സിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടേഴ്സ് ആർ പെയിന്റഡ് ഇൻ ഡാഷ് കളർ. നമുക്കറിയാം, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെ ബ്ലാക്ക് കളറിലാണ് പെയിന്റ് ചെയ്തേക്കുക. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരിക. സിക്സ്ത് ക്വസ്റ്റ്യൻ, അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടേഴ്സ് ആർ പെയിന്റഡ് ഇൻ ഡാഷ് കളർ. അത് മെറൂൺ കളറിലാണ് പെയിന്റ് ചെയ്തേക്കുക. സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ഗ്യാസ് ഇൻ ആൻ അസറ്റിലിൻ ഇൻ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്? അതിന്റെ ആൻസർ വരുന്നത് 6 മീറ്റർ ക്യൂബ് ആണ്. അതായത് സ്റ്റോറേജ് കപ്പാസിറ്റി അസറ്റിലിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്റർ ക്യൂബ് ആണ്. ഇനി 8th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രഷർ ഇൻസൈഡ് ദ അസറ്റിലിൻ സിലിണ്ടർ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിലിൻ സിലിണ്ടർ പ്രഷർ ഓക്സിജനേക്കാളും വളരെ കുറവാണ്. അതായത് 15 to 16. ഓപ്ഷൻ വരുന്നത് സി ആണ്. 15 to 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ആക്ച്വലി അസറ്റിലിൻ ഗ്യാസ് 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ മുകളിൽ സൂക്ഷിക്കുന്നത് സേഫ് അല്ല, ഡേഞ്ചർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടറിനകത്ത് ആദ്യം പോറസ് മെറ്റീരിയൽ നിറയ്ക്കും, ചാർക്കോൾ അല്ലെങ്കിൽ ലൈം സിലിക്ക. ഈ ഒരു ഇതിനകത്തേക്ക് അസിറ്റോൺ ലിക്വിഡ് ചാർജ് ചെയ്യും, എന്നിട്ടാണ് അസറ്റിലിൻ ഗ്യാസ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ അസിറ്റോൺ ലിക്വിഡിന് അസറ്റിലിൻ ഗ്യാസിനെ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഹൈ ക്വാണ്ടിറ്റിയിൽ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എക്കണോമിക്കലായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂസ് ടു റെഡ്യൂസ് ദ പ്രഷർ ആൻഡ് കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഓക്സിജൻ അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ടു ദ ബ്ലോ പൈപ്പ്? അപ്പോൾ അതിനായിട്ട് ഓക്സിജന്റെ റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 10th ക്വസ്റ്റ്യൻ, ഇൻ ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ ദ ത്രെഡഡ് കണക്ഷൻസ് ആർ ഡാഷ് ഹാൻഡ് ത്രെഡഡ്. നമുക്കറിയാം, സിലിണ്ടറിന്റെ ത്രെഡും പ്രഷർ റെഗുലേറ്ററിന്റെ ത്രെഡും ഓക്സിജന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 11th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂസ് ടു റെഡ്യൂസ് ദ പ്രഷർ ആൻഡ് കൺട്രോൾ ദ ഫ്ലോ ഓഫ് അസറ്റിലിൻ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ടു ദ ബ്ലോ പൈപ്പ്? അപ്പോൾ നമുക്കറിയാം, അസറ്റിലിൻ ഗ്യാസിന്റെ കൺട്രോൾ നടത്തുന്നത് നമുക്ക് അസറ്റിലിൻ റെഗുലേറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ വരുന്നത് എ ആണ്. 12th, in acetylene pressure regulator the threaded connections are dash hand threaded. നമുക്കറിയാം, അസറ്റിലിൻ പ്രഷർ റെഗുലേറ്റർ നേരെ തിരിയും, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. വർക്കേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ്. 13th ക്വസ്റ്റ്യൻ, റബ്ബർ ഹോസസ് ആർ കണക്റ്റഡ് ടു റെഗുലേറ്റേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. റബ്ബർ ഹോസ് റെഗുലേറ്ററായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് ത്രൂ യൂണിയൻ ആണ്. യൂണിയൻ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് എ ആണ്. 14th ക്വസ്റ്റ്യൻ, വിച്ച് ഹോസ്റ്റ് യൂണിയൻസ് ഹാവ് ഗ്രൂവ് കട്ട് ഓൺ ദ കോർണേഴ്സ്? കോർണേഴ്സിൽ ഗ്രൂവ് കട്ട് ഉള്ളത് അസറ്റിലിൻ ഹോസ്റ്റ് യൂണിയൻ ആണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് സി. 15th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഫിറ്റഡ് ഇൻസൈഡ് ദ കണക്റ്റിംഗ് യൂണിയൻ ടു പ്രൊട്ടക്ട് ഫ്രം ഫ്ലാഷ് ബാക്ക് ആൻഡ് ബാക്ക് ഫയർ? നമുക്കറിയാം, റോങ് പ്രഷർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഫ്ലാഷ് ബാക്കും ബാക്ക് ഫയറും സാധാരണയായിട്ട് സംഭവിക്കുക. അപ്പോൾ ആക്ച്വലി അത് ഡേഞ്ചർ ആണ്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നോൺ റിട്ടേൺ ഡിസ്ക് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് ആൻസർ. 16th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യൂസ് ടു കൺട്രോൾ ആൻഡ് മിക്സ് ദ ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഗ്യാസസ് ടു ദ റിക്വയർഡ് പ്രൊപ്പോർഷൻ? കറക്റ്റ് പ്രൊപ്പോർഷൻ മിക്സ് ചെയ്യുന്നത് ബ്ലോ പൈപ്പ് ആൻഡ് നോസിൽ യൂസ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ വരുന്നത് എ ആണ്. 17th ക്വസ്റ്റ്യൻ, in the event of backfire or flashback, which valve closed first?
അപ്പോൾ ഫസ്റ്റ് ക്ലോസ് ചെയ്യാൻ ഈ ഒരു ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഫസ്റ്റ് ക്ലോസ് ചെയ്യുന്നത് ഓക്സിജൻ വാൽവ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 18th ക്വസ്റ്റ്യൻ. പക്ഷേ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യേണ്ടത്, അതായത് വൈൽ എക്സ്റ്റിങ്ക്യൂഷിങ് ദ ഫ്ലെയിം വിച്ച് വാൽവ് ക്ലോസ് ഫസ്റ്റ്. ഇതിനകത്ത് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ക്ലോസ് ചെയ്യാം നമ്മൾ അസറ്റിലിൻ വാൽവ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് അസറ്റിലിൻ ലൈനിലോട്ടുള്ള ഫ്ലെയിം ബേണിങ്ങിനെ ഇത് തടയുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അസറ്റിലിൻ വാൽവ് ആണ് ആദ്യമായിട്ട് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19th ക്വസ്റ്റ്യൻ. ഇൻ ഗ്യാസ് വെൽഡിംഗ് ദ ഫ്ലെയിം മേ ഓർ മേ നോട്ട് ഗോ ഓഫ്. ദിസ് ഈസ് കോൾഡ്. ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് ബാക്ക് ഫയർ ആണ്. ഓക്കെ, ഫ്ലെയിം മേ ഓർ മേ നോട്ട് ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ ബാക്ക് ഫയറിലാണ്, ആ ബാക്ക് ഫയർ എന്ന് പറഞ്ഞ ഫിനോമിനലാണ് അത് സംഭവിക്കുന്നത് ഫ്ലെയിം. അപ്പോൾ ഓപ്ഷൻ വരുന്നത് സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20th ക്വസ്റ്റ്യൻ. The pressure set in both oxygen and acetylene regulator for small size nozzle is 0.2 kg/cm². ആണ് അതിനകത്ത് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ റെഗുലേറ്ററിൽ സ്മോൾ സൈസ് നോസിലിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. ഓപ്ഷൻ വരുന്നത് ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ടു ബി അപ്ലൈഡ് ടു ഫൈൻഡ് ലീക്കേജ് ഓൺ അസറ്റിലിൻ ഗ്യാസ് കണക്ഷൻ. അസറ്റിലിൻ ഗ്യാസ് കണക്ഷനകത്ത് ലീക്കേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സോപ്പ് ബബിൾ യൂസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗ്യാസ് ട്രാവൽസ് ബാക്ക്വേർഡ് ഇൻ ദ ബ്ലോ പൈപ്പ് ടുവേർഡ്സ് എ റെഗുലേറ്റർ ഓർ സിലിണ്ടേഴ്സ്. ദിസ് ഈസ് നോൺ ആസ്. ഇത് സിലിണ്ടറിനെ സൈഡിലോട്ട് ഫ്ലെയിം ട്രാവൽ ചെയ്യുന്നത്, ഗ്യാസ് ട്രാവൽ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫ്ലാഷ് ബാക്ക്. 22nd ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഫ്ലാഷ് ബാക്ക്. ഓപ്ഷൻ വരുന്നത് ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23rd ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ഓർ ക്ലോസ് ദ ഗ്യാസ് സിലിണ്ടർ വാൾ സോക്കറ്റ് ടു പെർമിറ്റ് ഓർ സ്റ്റോപ്പ് ദ ഗ്യാസ് ഫ്ലോ ഫ്രം ദ സിലിണ്ടർ. ഇതിനായിട്ട് യൂസ് ചെയ്യണം നമ്മൾ സിലിണ്ടർ കീ യൂസ് ചെയ്തിട്ടാണ് ഫ്ലോ പെർമിറ്റ് ചെയ്യുകയും അലോ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ. ഓൾ വെൽഡിംഗ് ടോർച്ച് ടിപ്സ് ആർ മെയ്ഡ് ഓഫ്. നമ്മൾ കോപ്പർ യൂസ് ചെയ്തിട്ടാണ് വെൽഡിംഗ് ടോർച്ച് ടിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 25th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യൂസ് ടു റിമൂവ് ദ സ്ലാഗ് വിച്ച് കവേഴ്സ് ദ ഡെപ്പോസിറ്റഡ് വെൽഡ് ബെഡ്. സ്ലാഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിപ്പിംഗ് ഹാമർ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 26th ക്വസ്റ്റ്യൻ. ചിപ്പിംഗ് ഹാമർ ഈസ് മെയ്ഡ് ഓഫ്. ചിപ്പിംഗ് ഹാമർ ഉണ്ടാക്കിയെന്ന് എന്തുകൊണ്ടാണ് ചോദിച്ചത്. മീഡിയം കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് സാധാരണയായിട്ട് ചിപ്പിംഗ് ഹാമർ യൂസ് ചെയ്യുന്നത്, നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 27th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യൂസ് ടു ക്ലീനിങ് ദ വർക്ക് സർഫസ് ഫ്രം റസ്റ്റ് ഓക്സൈഡ് ആൻഡ് ക്ലീനിങ് ദ ഇന്റർ ബെഡ് വെൽഡ് ഡെപ്പോസിറ്റസ് ആഫ്റ്റർ ചിപ്പിംഗ് ദ വെൽഡ്. ഇതിന്റെ 27th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ബി ആണ്. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ റസ്റ്റ് അല്ലെങ്കിൽ ഓക്സൈഡ് ക്ലീൻ ചെയ്യുന്നത്. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 28th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ആൻഡ് നോൺ ഫെറസ് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡഡ് ജോയിൻസ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡഡ് ജോയിൻസ് ഒക്കെ സാധാരണയായിട്ട് ക്ലീൻ ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ആ ക്ലീനിങ് നടത്തുക. ഓപ്ഷൻ വരുന്നത് ഡി ആണ്. 29th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ യൂസ് ടു ഹോൾഡ് ദ വർക്ക് പീസസ് ആൻഡ് ടു ഹോൾഡ് ദ ജോബ് ഇൻ പൊസിഷൻ. അത് പൊസിഷൻ ചെയ്യുന്നത്, വർക്ക് പീസ് അല്ലെങ്കിൽ ജോബ് പൊസിഷൻ ചെയ്യുന്നത് നമ്മൾ ടങ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ടങ്സ് യൂസ് ചെയ്തിട്ടാണ് അത് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30th ക്വസ്റ്റ്യൻ. വിച്ച് മെത്തേഡ് ഓഫ് വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഇൻ ആൻഷ്യന്റ് ഡേയ്സ്. അത് യൂസ് ചെയ്തേക്കുന്നത് ഫോർജ് ഓർ ബ്ലാക്ക് സ്മിത്ത് വെൽഡിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം പഴയ കാലത്ത് നമ്മൾ യൂസ് ചെയ്തത് ഫോർജ് ഓർ ബ്ലാക്ക് സ്മിത്ത് വെൽഡിംഗ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്തിട്ട് ഹാമർ ചെയ്തിട്ടാണ് വെൽഡഡ് ജോയിന്റ് നമ്മൾ അച്ചീവ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഫോർജ് വെൽഡിങ്ങിനകത്ത് നമ്മൾ
യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ വരുന്നത് ഡി ആണ്. 31st question. Welding in which similar and dissimilar metals are joined together by melting and their join edge with or without the addition of filler metal and with or without pressure is known as. അപ്പോൾ മെൽറ്റിംഗ് ഉണ്ട് ജോയിനിങ് എഡ്ജസിൻ്റെ അവിടെ മെൽറ്റിംഗ് ഉണ്ട്, വിത്ത് ഓർ വിത്തൗട്ട് ദ പ്രഷർ ആണ്. അപ്പോൾ അത് നമുക്കറിയാം, മെൽറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂഷൻ വെൽഡിംഗ് ആണ് നടക്കുക നമുക്കറിയാം. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൽഡിംഗ് ഇൻ വിച്ച് സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ് ആർ ജോയിൻഡ് ടുഗദർ വിത്തൗട്ട് മെൽറ്റിംഗ് ദ എഡ്ജസ് ഓഫ് ദ ബേസ് മെറ്റൽ. ഓക്കെ, വിത്തൗട്ട് മെൽറ്റിംഗ് ദ എഡ്ജസ് ഓഫ് ബേസ് മെറ്റൽ ബൈ യൂസിങ് ലോ മെൽറ്റിംഗ് പോയിന്റ് ഫില്ലർ റോഡ് ബട്ട് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. അപ്പോൾ മെൽറ്റിംഗ് ഇല്ലാതെ പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ നമുക്കറിയാം നോൺ ഫ്യൂഷൻ വെൽഡിംഗ് ആണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 33, question number 33. Welding in which similar metals are joined together by heating them and the joined by pressing or hammering without the use of filler metal. Without the use of filler metal. അപ്പോൾ ഹാമറിങ്ങും പ്രസ്സിങ്ങും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പ്രഷർ വെൽഡിംഗ് ആണ് അവിടെ മെത്തേഡായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ്. 34th question. What is used to protect the eyes and face of a welder from arc radiation and sparks during arc welding? അതിനകത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്കറിയാം വെൽഡിംഗ് ഹാൻഡ് സ്ക്രീനും ഹെൽമെറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. 35th question. Which welding is used in olden days for joining metals as a lap and butt joint? ഓൾഡൻ ഡേയ്സിൽ നമ്മൾ സാധാരണ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ഫോർജ് വെൽഡിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 36th question. Which welding is used for welding all ferrous and non-ferrous metal using a consumable stick electrode? Consumable stick electrode യൂസ് ചെയ്തേക്കുന്നത് ഓപ്ഷനകത്ത് ബെയർ മെറ്റാലിക് ആർക്ക് വെൽഡിംഗ് ആണ് അത് യൂസ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം കാർബൺ ആർക്ക് വെൽഡിങ്ങിനകത്ത് നോൺ കൺസ്യൂമിങ് ഇലക്ട്രോഡ് ആണ്, സബ്മർജർ ആർക്ക് വെൽഡിങ്ങിനകത്തും നോൺ കൺസ്യൂമിങ് ആണ്, CO2 വെൽഡിങ്ങിനകത്തും യൂസ് ചെയ്തേക്കുന്നത് നോൺ കൺസ്യൂമിങ് ഇലക്ട്രോഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെയർ മെറ്റാലിക് ആർക്ക് വെൽഡിംഗ് ആണ് ആൻസർ ആയിട്ട് വരാം. ആക്ച്വലി ഈ ബെയർ മെറ്റാലിക് ആർക്ക് വെൽഡിംഗ് ടെക്നിക്ക് ഓൾഡ് ഡേയ്സിൽ യൂസ് ചെയ്തേക്കുന്നത് ഓൾഡ് ടെക്നിക്കാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വെൽഡിങ് നടത്തുമ്പോഴത്തേക്ക് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഡ് വളരെ വീക്കായിരുന്നു. അതായത് ഓക്സിഡേഷനൊക്കെ നടന്ന് വെൽഡ് ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. പിന്നീടാണ് കോട്ടഡ് ഇലക്ട്രോഡ്, അതായത് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കോട്ടഡ് ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്തത്. അതായത് കോട്ടഡ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കോട്ടിങ്ങിലുള്ള കെമിക്കൽസ് ഹൈ ഹീറ്റിൽ ഡീകോമ്പോസ് ചെയ്ത് ഒരു ഷീൽഡഡ് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യും. അത് വെൽഡിനെ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ വെൽഡിന്റെ ക്വാളിറ്റി നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബെയർ മെറ്റാലിക് ആർക്ക് വെൽഡിംഗ് യൂസ് ചെയ്തിട്ടാണ് ഈ വെൽഡിംഗ് നടത്തുക. ഇനി അടുത്ത 37th question. Which welding is used for welding all ferrous and non-ferrous metals using carbon electrodes and separate filler metal? അപ്പോൾ കാർബൺ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ബെയർ മെറ്റാലിക് ആർക്ക് വെൽഡിങ്ങിനകത്തില്ല, സബ്മർജിലില്ല, CO2. അപ്പോൾ കാർബൺ ആർക്ക് വെൽഡിങ്ങിനകത്ത് ഓപ്ഷൻ ബി ആണ് ആൻസർ. കാർബൺ ആർക്ക് വെൽഡിങ്ങിനകത്ത് നമുക്കറിയാം കാർബൺ ഇലക്ട്രോഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതാണ് 38th question. 30th question. Which welding is used for welding ferrous metals, thicker plates and for more production? അപ്പോൾ തിക്കർ പ്ലേറ്റിനൊക്കെ ജോയിൻ ചെയ്യുന്നത് നമുക്കറിയാം സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് യൂസ് ചെയ്തിട്ടാണ്. 38th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അപ്പോൾ സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ്. അപ്പോൾ സി ആണ് ആൻസർ വരുന്നത്. 39th question. Which welding is used for ferrous metals using continuously fed filler wire and shielded the weld metal and the arc by carbon dioxide gas?
കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്ത് വെൽഡ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആർക്ക് വെൽഡിങ് അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. CO2 വെൽഡിങ് അറിയാം. ഷീൽഡഡ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 40th ക്വസ്റ്റ്യൻ, വിച്ച് വെൽഡിങ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിങ് ഫെറസ് മെറ്റൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം ആൻഡ് തിൻ ഷീറ്റ് മെറ്റൽ. അപ്പോൾ നമുക്കറിയാം തിൻ ഷീറ്റ് മെറ്റലിനൊക്കെ ആക്ച്വലി യൂസ് ചെയ്തേക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ടിഗ് വെൽഡിംഗ് ആണ്. അതായത് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. നമുക്കറിയാം അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. ഷീൽഡഡ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗൺ അല്ലെങ്കിൽ ഹീലിയ അല്ലെങ്കിൽ അതിന്റെ മിക്സ്ചർ ആണ് യൂസ് ചെയ്യുക. ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തിൻ ഷീറ്റിന് വേണ്ടിയിട്ട് ടിഗ് ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. Which gas is used for welding all ferrous and non-ferrous metals and the arc has a higher temperature than other arc welding process? High temperature achieve ചെയ്യുന്നത് നമുക്കറിയാം അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ് യൂസ് ചെയ്യുമ്പോഴാണ്. മറ്റ് ആർക്ക് വെൽഡിങ്ങിനെ അപേക്ഷിച്ച് ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഹൈ ടെമ്പറേച്ചർ കിട്ടുന്നത് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് ടെക്നിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഡി ആണ്. ഇനി 42nd question, which welding is used for welding very thick steel plates in one pass using the resistance property of the flux material? തിക്ക് മെറ്റീരിയൽ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഓഫ് ഫ്ലക്സ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് വെൽഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്. നമുക്കറിയാം ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ് അത് യൂസ് ചെയ്തിട്ടാണ് വളരെയധികം തിക്കായിട്ടുള്ള പ്ലേറ്റ്സിനെ ഫ്ലക്സ് മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നത് ടെക്നിക്കാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ് നമുക്കറിയാം അതൊരു കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് വെൽഡിങ് ആൻഡ് ആർക്ക് വെൽഡിങ് ആണ്. അപ്പോൾ 42nd ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ബി ആണ്. 43rd question, the arc has a very deep penetrating ability into the metals welded and also the fusion is taking place in a narrow zone of the joint. Which welding is used? അപ്പോൾ ആ ഒരു ഡീപ്പ് പെനട്രേറ്റിംഗ് എബിലിറ്റിയും നാരോ സോണും കിട്ടാൻ വേണ്ടി ഫ്യൂഷൻ്റെ നാരോ സോണും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് ആണ്. ഹൈ പെനട്രേറ്റിംഗ് എബിലിറ്റി ആയിരിക്കും. നമുക്കറിയാം പ്ലാസ്മ ആർക്ക് വെൽഡിങ്ങിന് ഹൈ പെനട്രേറ്റിംഗ് എബിലിറ്റി ആയിരിക്കും ഫ്ലെയിമിന് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 43 ക്വസ്റ്റിനകത്തെ ആൻസർ വരുന്നത് സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് തിൻ ഷീറ്റ് മെറ്റൽ ആസ് എ ലാപ്പ് ജോയിന്റ് ഇൻ സ്മോൾ സ്പോട്ട് ബൈ യൂസിങ് ദ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽസ് ബീങ് വെൽഡഡ്? അപ്പോൾ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നത് സ്പോട്ട് വെൽഡിംഗ് ആണ്. അതിൻ്റെ കൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ്. നമുക്കറിയാം സ്പോട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് വെൽഡിംഗ് ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ്. 45th ക്വസ്റ്റ്യൻ, വിച്ച് വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് തിൻ ഷീറ്റ് സിമിലർ ടു സ്പോട്ട് വെൽഡിംഗ് ബട്ട് ദ ഓവർലാപ്പ് ഓഫ് ഈച്ച് അതർ ടു ഗെറ്റ് എ കണ്ടിന്യൂസ് വെൽഡ് സീം? കണ്ടിന്യൂസ് വെൽഡ് സീം കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് സിമിലർ ടു സ്പോട്ട് വെൽഡിംഗ് ആണ്, ബട്ട് കണ്ടിന്യൂസ് വെൽഡ് സീം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സീം വെൽഡിങ്ങിലാണ്. അപ്പോൾ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 45th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ബി ആണ്. നമുക്കറിയാം സീം വെൽഡിങ്ങും ഒരു റെസിസ്റ്റന്റ് ടൈപ്പ് വെൽഡിംഗ് ആണ്. 46th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വെൽഡിംഗ് ഈസ് യൂസ് ടു വെൽഡ് ടു പ്ലേറ്റ്സ് one over the other on their surface instead of the edges by making projection on one plate and pressing it over the other plate surface? മുകളിലായിട്ട് വെച്ച് ഒരു പ്രൊജക്ഷൻ ടൈപ്പ് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്തേക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ വെൽഡിങ്ങിന് തന്നെയാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ഒരു വേർഡ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 47th question, which welding is used to join the ends of two heavy section rods or blocks together to lengthen it using the resistance property of the rod under contact? അത് ആക്ച്വലി നമ്മൾക്കറിയാം 180 ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ബട്ട് വെൽഡിംഗ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ റോഡ്സ് ലെങ്ത് 180 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 47th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ബട്ട് വെൽഡിംഗ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വെൽഡിംഗ് ഈസ് യൂസ് ടു ജോയിൻ ഹെവി സെക്ഷൻസ് ഓഫ് റോഡ്
or blocks similar to butt welding, except the arc flashes are produced at the joining ends of melt them before applying heavy pressure to join them. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വെൽഡ് ചെയ്യുന്നത് ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ആണ്. ആക്ച്വലി ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ഒരു റെസിസ്റ്റന്റ് ടൈപ്പ് വെൽഡിംഗ് ആണ്. ഇത് കോംപ്ലക്സ് ഷേപ്പ് ഒക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 49th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വെൽഡിംഗ് ഈസ് യൂസ്ഡ് ടു ജോയിൻ ഡിഫറെന്റ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ ജനറലി ഓഫ് 3 mm തിക്നെസ് ആൻഡ് ബിലോ. അപ്പോൾ നമുക്കറിയാം അത് ഓക്സി അസെറ്റിലീൻ വെൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് എടുക്കുന്ന തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 mm ഓർ ബിലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പറയാം ഓക്സി അസെറ്റിലീൻ വെൽഡിംഗ് ആണ് അതിന് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് വരിക. ഇനി 50th ക്വസ്റ്റ്യൻ. വിച്ച് വെൽഡിംഗ് ഈസ് യൂസ് ടു സോൾഡറിങ് ഓർ ഹീറ്റിംഗ് ദ ജോബ്. അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ അസെറ്റിലിംഗ് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഓക്കെ, സോൾഡറിങ്ങിനകത്തോ ഇല്ലെങ്കിൽ ജോബ് ഹീറ്റിങ്ങിനോ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്നത് എയർ അസെറ്റിലിംഗ് ഗ്യാസ് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുക. 51th ക്വസ്റ്റ്യൻ. വിച്ച് വെൽഡിംഗ് ഈസ് യൂസ് ടു വെൽഡ് പാർട്സ് ദാറ്റ് ആർ ഹീറ്റഡ് ബൈ ഇലക്ട്രിക്കൽ ഇൻഡക്ഷൻ കോയിൽസ് ലൈക്ക് ബ്രേസിംഗ് ഓഫ് ടൂൾ ടിപ്സ് ഓഫ് ദ ഷാങ്ക് ഓർ ജോയിനിങ് ഫ്ലാറ്റ് റിങ്സ് എക്സെട്ര. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻഡക്ഷൻ കോയിൽ യൂസ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന മെത്തേഡ് നമുക്കറിയാം ഇൻഡക്ഷൻ വെൽഡിങ്ങിനാണ് അത് യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. അടുത്ത ക്വസ്റ്റ്യൻ 52. വിച്ച് വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് തിക്ക് ഹെവി ഇറഗുലർ ഷേപ്ഡ് റോഡ് ലൈക്ക് റെയിൽസ് എക്സെട്ര യൂസിങ് കെമിക്കൽ ഹീറ്റിംഗ് പ്രോസസ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് 4 ഓപ്ഷനകത്ത് ഫ്രിക്ഷൻ വെൽഡിങ് എന്തായാലും വരില്ല. അത് ഫ്രിക്ഷൻ മെത്തേഡിൽ യൂസ് ചെയ്തിട്ടാണ്. സ്പോട്ട് വെൽഡിങ് റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ്. അപ്പോൾ സീം വെൽഡിങ് റെസിസ്റ്റൻസ് ടൈപ്പാണ്. അപ്പോൾ ബാക്കി വരുന്ന തെർമൈറ്റ് വെൽഡിംഗ് ആണ് ഇതിന് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വെൽഡിംഗ് ഈസ് യൂസ് ടു ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ലാർജ് ഡയമീറ്റർ ഷാഫ്റ്റ് എക്സെട്ര by generating the required heat using the friction between their ends in contact with each other by rotating one rod against the other rod. അപ്പോൾ ആ ഒരു 2 റോഡുകൾ തമ്മിൽ ഫ്രിക്ഷൻ യൂസ് ചെയ്തിട്ട് ജോയിൻ ഫോം ചെയ്യുന്ന പ്രോസസ്സ് നമുക്കറിയാം ഫ്രിക്ഷൻ വെൽഡിങ്ങിനാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഇനി 54th ക്വസ്റ്റ്യൻ. ക്ലാമ്പിംഗ് ഡിവൈസ് യൂസ് ടു ഗ്രിപ്പ് ആൻഡ് മാനിപ്പുലേറ്റ് ദ ഇലക്ട്രോഡ് ഡ്യൂറിങ് ആർക്ക് വെൽഡിംഗ്. നമുക്കറിയാം ഇലക്ട്രോഡ് ഗ്രിപ്പ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോഡ് ഹോൾഡർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് മെയ്ഡ് ഓഫ് കോപ്പർ അല്ലെങ്കിൽ കോപ്പർ അലോയ് യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ സൈസ് ഓഫ് ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ. അതായത് ഇലക്ട്രോഡ് ഹോൾഡറിന്റെ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഡിപ്പെൻസ് ചെയ്യുന്ന കറണ്ടിന്റെ അളവിനനുസരിച്ചാണ്. അതായത് ആംബിയർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരാം. മാത്രമല്ല എർത്ത് ക്ലാമ്പിന്റെ സൈസും നമ്മൾ സെലക്ട് ഡിപ്പെൻസ് ഓൺ ആംബിയറിന് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 57th ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് കണക്റ്റഡ് ടു ദ വെൽഡിംഗ് മെഷീൻ ബൈ. ഇലക്ട്രോഡ് ഹോൾഡറിനെ വെൽഡിംഗ് മെഷീനായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് വെൽഡിംഗ് കേബിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് പീസിനെ വെൽഡിംഗ് മെഷീനായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് എർത്ത് കേബിൾ യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യൂസ് ടു കണക്ട് ദ എർത്ത് കേബിൾ ഫിംലി ടു ദ ജോബ് ഓർ വെൽഡിംഗ് ടേബിൾ. നമുക്കറിയാം എർത്ത് ക്ലാമ്പ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു എർത്ത് കേബിളിനെ ജോബ് വെൽഡിംഗ് ടേബിളുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. എർത്ത് ക്ലാമ്പ് ഈസ് മെയ്ഡ് ഓഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എർത്ത് ക്ലാമ്പ് ഈസ് മെയ്ഡ് ഓഫ്. അതും അതിൻ്റെ ആൻസറും കോപ്പർ അല്ലെങ്കിൽ കോപ്പർ അലോയ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് എർത്ത് ക്ലാമ്പും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 60. ക്വസ്റ്റ്യൻ നമ്പർ 60. ദ സൈസ് ഓഫ് എർത്ത് ക്ലാമ്പ്സ് ആർ ഡിപ്പെൻഡ് ഓൺ. ദ സൈസ് ഓഫ് എർത്ത് ക്ലാമ്പ്സ് ആർ ഡിപ്പെൻഡ് ഓൺ. നമ്മൾ നേരത്തെ പറഞ്ഞു എർത്ത് ക്ലാമ്പിന്റെ സൈസും കറണ്ടിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആംബിയർ ആണ് ആൻസർ വരുന്നത്. 61th ക്വസ്റ്റ്യൻ. The lead from the welding machine to the electrode holder is called. വെൽഡിംഗ് മെഷീനിൽ നിന്ന് ഇലക്ട്രോഡ് ഹോൾഡറായിട്ടുള്ള കേബിളിനെ പറയുന്നത് ലീഡിനെ പറയുന്നത് വെൽഡിംഗ് കേബിൾ. 61th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ
ഇലക്ട്രോഡ് കേബിളാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോഡ് കേബിളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ ലീഡ് ഫ്രം ദ വർക്ക് ഓർ ജോബ് ത്രൂ എർത്ത് ക്ലാമ്പ് ടു ദ വെൽഡിംഗ് മെഷീൻ ഈസ് കോൾഡ്. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ്. വെൽഡിംഗ് എർത്ത് ക്ലാമ്പ് ജോബിൽ നിന്ന് വെൽഡിംഗ് മെഷീനിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത് എർത്ത് കേബിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ 62 ക്വസ്റ്റ്യൻ നമ്പർ 62 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 63 ദ സൈസ് സ്പെസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ് കേബിൾ ഇൻ വേരിയസ് സൈസ് ഓർ ക്രോസ് സെക്ഷൻ ആണ്. അതായത് സാധാരണയായിട്ട് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുക ഇൻ ടേംസ് ഓഫ് കറണ്ടിലാണ്, ആംബിയറിലാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെൽഡിംഗ് കേബിളിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300, 400, 600 ആംബിയർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 64th ക്വസ്റ്റ്യൻ. ഓൾവേസ് യൂസ് ദ സിലിണ്ടർ ഇൻ ആൻ ഡാഷ് പൊസിഷൻ ഫോർ ഈസി ഹാൻഡ്ലിംഗ് ആൻഡ് സേഫ്റ്റി. സാധാരണയായി നമുക്ക് സേഫ്റ്റി റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൈറ്റ് പൊസിഷനിലാണ് സിലിണ്ടേഴ്സ് സാധാരണ വെക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 65 നമ്പർ 65. ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം ഈസ് ദ ടൈപ്പ് ഓഫ് ഡാഷ് ഫ്ലെയിം. നമുക്കറിയാം ഈ 3 ടൈപ്പ് ഫ്ലെയിമും നമ്മൾ ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിനാണ്. ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിനകത്തുള്ള ഫ്ലെയിമിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 66. ഇൻ ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഈക്വൽ പ്രൊപ്പോർഷൻ വിച്ച് ഫ്ലെയിം ഈസ് ഫോംഡ്. ഈക്വൽ പ്രൊപ്പോർഷനിലാകുമ്പോഴത്തേക്ക് ഈക്വൽ ഓക്സിജനും ഈക്വൽ അസറ്റിലിനുമായി മിക്സ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം ആണ് ഫോം ചെയ്യാൻ നമുക്കറിയാം. 66th ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് വരിക. വിച്ച് ഫ്ലെയിം ഈസ് യൂസ് ടു വെൽഡ് മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ ആൻഡ് അലുമിനിയം. ഈ കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ ആൻഡ് അലുമിനിയം ഒക്കെ വെൽഡ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിൽ ന്യൂട്രൽ ഫ്ലെയിം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെൽഡിങ് ചെയ്യുക. അപ്പോൾ 67th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഫ്ലെയിം ഈസ് ഫോംഡ് വിത്ത് എക്സസീവ് ഓക്സിജൻ. അപ്പോൾ അസറ്റിലിൻ, അതായത് ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിനകത്താണ് ഓക്സിജന്റെ അളവ് കൂടുതൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഒരു ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ബി ആണ്. 69th ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് കമ്പസ്റ്റൻ ടേക്സ് പ്ലേസ് ഇൻ വിച്ച് ഫ്ലെയിം. അതായത് കംപ്ലീറ്റ് കമ്പസ്റ്റൻ, ഈ ഓക്സിജനും അസറ്റിലിനും കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഫ്ലെയിം എന്താണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് ന്യൂട്രൽ ഫ്ലെയിം ആണ്. ന്യൂട്രൽ ഫ്ലെയിം ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ എക്സസ് എമൗണ്ട് ഓഫ് ഫുള്ള് എടുക്കുന്ന റിയാക്റ്റൻസ്, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 70. വിച്ച് ഫ്ലെയിം ഡസ് നോട്ട് ഹാവ് ബാഡ് എഫക്റ്റ് ഓൺ മെറ്റൽ ഓർ വെൽഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു കംപ്ലീറ്റ് റിയാക്റ്റൻസും റിയാക്ട് ചെയ്തിട്ടാണ് അതായത് ന്യൂട്രൽ ഫ്ലെയിമിനകത്ത് ഫ്ലെയിം ഫോം ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഓക്സിജന്റെ പ്രൊപ്പോർഷൻ കൂടുതലാണെങ്കിൽ എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ റിയാക്ടന്റ് ഫ്ലെയിമിനകത്ത് ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഓക്സിഡൈസിങ്, മെറ്റലായിട്ട് ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ കാർബൺ, എക്സസ് എമൗണ്ട് ഓഫ് അസറ്റിലിൻ എടുക്കുകയാണെങ്കിൽ അസറ്റിലിന്റെ അളവ് കൂടുതലും കാർബണിന്റെ കണ്ടന്റ് കൂടും. അപ്പോൾ ആ കാർബൺ വെൽഡ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ, അതായത് വേറെ ബാഡ് എഫക്റ്റ്, മെറ്റൽസിനകത്ത് ബാഡ് എഫക്റ്റ് ഒന്നും വരുന്നില്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെയിം ആണ് ന്യൂട്രൽ ഫ്ലെയിം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 70 ആൻസർ ന്യൂട്രൽ ഫ്ലെയിം ആണ്. 71 ക്വസ്റ്റ്യൻ നമ്പർ 71. വിച്ച് ഫ്ലെയിം ഹാസ് ഓക്സിഡൈസിങ് എഫക്റ്റ് ഓൺ മെറ്റൽ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു ഓക്സിഡൈസിങ് എഫക്റ്റ് ഉണ്ടാവുന്നത് ഓക്സിജന്റെ പ്രൊപ്പോർഷൻ കൂടുതൽ എടുക്കുന്ന ഓക്സിഡൈസിങ് ഫ്ലെയിം യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 71th ക്വസ്റ്റ്യൻ ആൻസർ ഓക്സിഡൈസിങ് ഫ്ലെയിം, ഓപ്ഷൻ ബി. പക്ഷേ ഈ ഓക്സിഡൈസിങ് ഫ്ലെയിം തന്നെ നമ്മൾ ബ്രാസിന്റെ വെൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്സിഡൈസിങ് കോട്ടിങ് ബ്രാസിന്റെ മുകളിൽ ഫോം ചെയ്യും. അതായത്
ബ്രാസ് കോപ്പറിന്റെ സിങ്കിന്റെ ഒരു അലോയ് ആണ്. അപ്പോൾ സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്ന പോകുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ ആ ഒരു ഇവാപ്പറേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ് യൂസ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡൈസിങ് കോട്ടിങ് ആദ്യമേ തന്നെ ഫോം ചെയ്യും. അപ്പൊ ഈ സിങ്കിന്റെ ഇവാപ്പറേഷനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്ലെയിം ഈസ് യൂസ് ടു വെൽഡിംഗ് ഓഫ് ബ്രാസ് ആൻഡ് ടു കൺട്രോൾ ദ ബേണിംഗ് ഓഫ് സിങ്ക്? അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയാം വിച്ച് ഫ്ലെയിം ഈസ് യൂസ് ടു വെൽഡിംഗ് ഓഫ് ബ്രാസ് ആൻഡ് കൺട്രോൾ ദ ബേണിംഗ് ഓഫ് സിങ്ക്. 72 ക്വസ്റ്റ്യൻ നമുക്കറിയാം ഓക്സിഡൈസിങ് ഫ്ലെയിം യൂസ് ചെയ്തിട്ടാണ് ബ്രാസിനെ വെൽഡ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരാം. അടുത്തതാണ് 73, ക്വസ്റ്റ്യൻ നമ്പർ 73. ദ ഫ്ലെയിം കണ്ടെയ്ൻസ് എക്സസ് ഓഫ് അസറ്റിലിൻ ഈസ് കോൾഡ്. അപ്പോൾ നമുക്കറിയാം അത് അസറ്റിലിൻ ഫ്ലെയിം ആണ്, കാർബുറേസിംഗ് ഫ്ലെയിം ആണ്. എക്സസ് അസറ്റിലിൻ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ഫ്ലെയിം ആണ് കാർബുറേസിംഗ് ഫ്ലെയിം. 74th ക്വസ്റ്റ്യൻ, വിച്ച് ഫ്ലെയിം ഹാസ് എ കാർബുറേസിംഗ് എഫക്ട് ഓൺ സ്റ്റീൽ കോസിംഗ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ വെൽഡ്? അപ്പോൾ കാർബൺ കണ്ടന്റ് കൂടുമ്പോഴാണ് ഈ കാർബുറേസിംഗ് എഫക്റ്റും എന്താ പറയുക വെൽഡ് ബ്രിട്ടിൽ ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാർബുറേസിംഗ് ഫ്ലെയിം യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുക. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. 75 ക്വസ്റ്റ്യൻ, ഫോർ സ്റ്റെല്ലൈറ്റിംഗ് ഹാർഡ് ഫേസിംഗ് ലിൻഡെ വെൽഡിംഗ് ഓഫ് സ്റ്റീൽ പൈപ്സ് വിച്ച് ഫ്ലെയിം ഈസ് യൂസ്ഡ്? അപ്പോൾ എന്താണ് ഹാർഡ് ഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മെറ്റീരിയലിന്റെ അബ്രഷൻ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡായിട്ടുള്ള വെയർ റെസിസ്റ്റന്റ് മെറ്റീരിയൽ കൊണ്ടുള്ള തിക്ക് കോട്ടിങ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഹാർഡ് ഫേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഫേസിങ് ലിൻഡെ വെൽഡിങ് അങ്ങനത്തെ ലിൻഡെ വെൽഡിങ് ഓഫ് സ്റ്റീൽ പൈപ്സിനൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കാർബുറേസിംഗ് ഫ്ലെയിം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് സി ആണ്, കാർബുറേസിംഗ് ഫ്ലെയിം ആണ്. 76 ക്വസ്റ്റ്യൻ, ഇൻ അസറ്റിലിൻ ഫ്യൂവൽ ഗ്യാസ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈസ്? കാർബണിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 92.3% ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഇൻ അസറ്റിലിൻ ഗ്യാസ് ദ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈസ്? 77 ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.7% ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 78, അസറ്റിലിൻ ഗ്യാസ് ഈസ് കമ്പോസ്ഡ് ഓഫ്? അപ്പോൾ നമുക്കറിയാം അസറ്റിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ C2H2 ആണ്. കാർബണും ഹൈഡ്രജനും കൂടി ചേർന്നാണ് അസറ്റിലിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കാർബൺ ആൻഡ് ഹൈഡ്രജൻ, അതായത് ഓപ്ഷൻ ബി ആണ് 78th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 79, ദ കെമിക്കൽ സിമ്പിൾ ഓഫ് അസറ്റിലിൻ ഈസ്? അസറ്റിലിന്റെ കെമിക്കൽ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2H2 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 80, ക്വസ്റ്റ്യൻ നമ്പർ 80, അസറ്റിലിൻ ഗ്യാസ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. അപ്പോൾ അതായത് കാൽസ്യം കാർബൈഡും വാട്ടറും റിയാക്ട് ചെയ്തിട്ടാണ് അസറ്റിലിൻ ഗ്യാസ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 81, കാൽസ്യം കാർബൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. കാൽസ്യം മെറ്റലും കാർബണും ചേർന്നിട്ടാണ് കാൽസ്യം കാർബൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 81 ആൻസർ സി ആണ് ആൻസർ. 82, ക്വസ്റ്റ്യൻ നമ്പർ 82, വാട്ടർ ഈസ് കമ്പോസ്ഡ് ഓഫ്? നമുക്കറിയാം H2O, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് വാട്ടർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 83, കാൽസ്യം കമ്പൈൻസ് വിത്ത് ദ ഓക്സിജൻ ടു ഫോം? അതായത് കാൽസ്യം ഓക്സിജനുമായിട്ട് ചേർന്നിട്ടുണ്ടാവുന്നത് സ്ലാക്ക്ഡ് ലൈൻ, അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. 84, ക്വസ്റ്റ്യൻ നമ്പർ 84, അസറ്റിലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ? അപ്പോൾ അസറ്റിലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ അസറ്റിലിൻ ജനറേറ്ററിലാണ് അസറ്റിലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കാൽസ്യം കാർബൈഡും വാട്ടറും റിയാക്ട് ചെയ്തിട്ട് നമ്മൾ എക്കണോമിക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസറ്റിലിൻ ജനറേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ്
84th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 85. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വാട്ടർ ടു കാർബൈഡ് ഓർ കാർബൈഡ് ടു വാട്ടർ മെത്തേഡ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കാർബൈഡ്, ഈ ഒരു കാർബൈഡും വാട്ടർ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസറ്റിലിൻ ഗ്യാസ് ആണ്. അപ്പോൾ 85th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അസറ്റിലിൻ ആണ്. ബി, ഓപ്ഷൻ ബി. ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ 86. ലാദർ ആപ്രോൺ, goggles, gloves, cap with sleeves and leg guard are used to protect the body during welding. അറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വെൽഡിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 87. വാട്ട് ഈസ് യൂസ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ് ഡ്യൂറിങ് വെൽഡിംഗ്? സെയിം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടാണ് യൂസ് ചെയ്യുക. വിച്ച് ഈസ് ഓൾസോ പ്രൊട്ടക്ട് ദ വെൽഡർ ഫ്രം ദ ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടാണ്. അപ്പോൾ അത് ഹൈലി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഷോക്കിനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 89. വാട്ട് ആർ യൂസ് ടു പ്രൊട്ടക്ട് ദ ഐസ് വൈൽ ചിപ്പിംഗ് ദ സ്ലാഗ് ഓർ ഗ്രൈൻഡിങ് ദ ജോ? അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഗോഗിൾസ് ആണ്, അതായത് പ്ലെയിൻ ഗോഗിൾസ് ആണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 90. വാട്ട് ആർ യൂസ് ടു അവോയ്ഡ് ഇൻഹേലിംഗ് ദ ടോക്സിക് ഫ്യൂംസ് ആൻഡ് സ്മോക്ക് ഡ്യൂറിംഗ് ദ വെൽഡിംഗ് ഓഫ് നോൺ ഫെറസ് മെറ്റൽ ലൈക്ക് ബ്രാസ് എക്സിട്ര? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സേഫ്റ്റി എക്യുപ്മെന്റ് ആണ്, റെസ്പിറേറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 91. വെൽഡിംഗ് കേബിൾ കണക്ഷൻ മസ്റ്റ് ബി മെയ്ഡ് വിത്ത്. അതായത് വെൽഡിംഗ് കേബിൾ കണക്ഷൻ നമ്മൾ ചെയ്യുക ലക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ് കണക്ഷൻ നമ്മൾ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 92. ഓൾ ഗ്യാസസ് ബേൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ്. സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം, ഓക്സിജന്റെ പ്രസൻസിലാണ് എല്ലാ ഗ്യാസും ബേൺ ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 93. ക്വസ്റ്റ്യൻ നമ്പർ 93. ദ ഫ്ലെയിം ടെമ്പറേച്ചർ ഓഫ് ഓക്സി അസറ്റിലിൻ ഗ്യാസ് ഫ്ലെയിം ഈസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 3100 to 3300 ആണ് ഡിഗ്രി സെൽഷ്യസിലാണ് ഓക്സി അസറ്റിലിൻ ഗ്യാസ് ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ. 94 ക്വസ്റ്റ്യൻ. ദ ഫ്ലെയിം ടെമ്പറേച്ചർ ഓഫ് ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിം ഈസ്. ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ 2400 ഡിഗ്രി സെൽഷ്യസ് ടു 2700 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ റേഞ്ച് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 94ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 95th ക്വസ്റ്റ്യൻ. ദ ഫ്ലെയിം ടെമ്പറേച്ചർ ഓഫ് ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിം ഈസ്. അപ്പോൾ ഈ ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിമിന്റെ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഓക്സിജൻ ഫ്യൂവൽ കോമ്പിനേഷനകത്ത് ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ വരുന്നത് ഈ ഒരു ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിം യൂസ് ചെയ്യുമ്പോഴാണ്. അതായത് 1800 മുതൽ 2200 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിനകത്ത് അച്ചീവ് ചെയ്യുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഓപ്ഷൻ നമുക്കപ്പോൾ മനസ്സിലാവും, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 96. ദ ഫ്ലെയിം ടെമ്പറേച്ചർ ഓഫ് ഓക്സി എൽ പി ജി ഫ്ലെയിം ഈസ്. ഓക്സി എൽ പി ജി ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ 2700 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 2800 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിന്റെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഇത് ഈ ടെമ്പറേച്ചറിന്റെ റേഞ്ച് ബൈ ഹാർട്ട് ചെയ്യണം. എക്സാമിന് ഈ ഒരു റേഞ്ച് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് വരിക. 96th ക്വസ്റ്റ്യൻ. 97th ക്വസ്റ്റ്യൻ. ദ ഫ്ലെയിം ടെമ്പറേച്ചർ ഓഫ് എയർ അസറ്റിലിൻ ഈസ്. എയർ അസറ്റിലിൻ കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അച്ചീവ് ചെയ്യാവുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1825 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1875 ഡിഗ്രി സെൽഷ്യസ് വരെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 98th ക്വസ്റ്റ്യൻ. വിച്ച് ഫ്ലെയിം ഈസ് യൂസ് ടു വെൽ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ ആൻഡ് ദെയർ അലോയ്സ്, ഗ്യാസ് കട്ടിംഗ് ആൻഡ് ഗേജിംഗ് ഓഫ് സ്റ്റീൽ, മെറ്റൽ സ്പ്രേയിങ് ആൻഡ് ഹാർഡ് ഫേസിംഗ്. അപ്പോൾ ഇത്രയും പ്രോസസ്സുകൾ, അതായത് മെറ്റൽ സ്പ്രേയിങ്, ഹാർഡ് ഫേസിംഗ്, ഗ്യാസ് കട്ടിങ്ങിന്, പിന്നെ ഫെറസിൻ നോൺ ഫെറസ് മെറ്റലിന്റെ അലോയ്സിന് വെൽഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നമുക്ക് മനസ്സിലാവും, ഓപ്ഷൻ എ ആണ് 98th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 99. വിച്ച് ഫ്ലെയിം ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ബ്രേസിംഗ്, സിൽവർ സോൾഡറിംഗ് ആൻഡ് അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീൽ. അപ്പോൾ
സിൽവർ സോൾഡറിങ്, ബ്രേസിങ്, സ്റ്റീലിൻ്റെ അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ്. അപ്പോൾ ഇത്രയും പ്രോസസ്സിന് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഹൈഡ്രജൻ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്സി ഹൈഡ്രജൻ ഫ്ലെയിം ആണ് ഇതിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തത് 100 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ സിൽവർ സോൾഡറിങ് ആൻഡ് അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ് ഓഫ് സ്റ്റീൽ? അപ്പോൾ ആക്ച്വലി സിൽവർ സോൾഡറിങ് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ് ഓഫ് സ്റ്റീലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് 2 ടൈപ്പ് ഫ്ലെയിമാണ്. ഒന്ന് ഓക്സി ഹൈഡ്രജൻ ഫ്ലെയിമും രണ്ടാമത്തത് ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിമും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിം ഓപ്ഷൻ സി ആയി വരുന്നതുകൊണ്ട് നമുക്കത് ആൻസർ ആയിട്ട് എടുക്കാം. ഇനി 101 ക്വസ്റ്റ്യൻ നമ്പർ 101. വിച്ച് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ ഗ്യാസ് കട്ടിങ് ഓഫ് സ്റ്റീൽ ആൻഡ് ഹീറ്റിംഗ് പർപ്പസ്? അപ്പോൾ ഗ്യാസ് കട്ടിങ് ഓഫ് സ്റ്റീലും ഹീറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് ഓക്സി LPG ഫ്ലെയിമാണ്. ഓക്കെ, അപ്പോൾ ഓക്സി LPG ഫ്ലെയിമിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലെയിമിനകത്താണ് മോയ്സ്ചർ കണ്ടന്റും കാർബൺ കണ്ടന്റും മറ്റു ഫ്ലെയിമിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 102. വിച്ച് ഫ്ലെയിം ഈസ് ഓൺലി യൂസ്ഡ് ഫോർ സോൾഡറിങ്, ബ്രേസിങ്, ഹീറ്റിംഗ് പർപ്പസ് ആൻഡ് ലെഡ് ബേണിംഗ്? അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് ബേണിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ലെഡ് ബേണിങ് അല്ലെങ്കിൽ ബ്രേസിങ്, ഹീറ്റിംഗ് പർപ്പസ്, സോൾഡറിങ്ങിന് യൂസ് ചെയ്യുന്നത് എയർ അസറ്റിലിൻ ഫ്ലെയിം ആണ്. ഓക്കെ, എയർ അസറ്റിലിൻ ഫ്ലെയിം ആണ് അതിന് യൂസ് ചെയ്യുക. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 103. എ വെൽഡിംഗ് ബ്ലോ പൈപ്പ് ഹാസ് ഡാഷ് കൺട്രോൾ വാൾസ് ടു കൺട്രോൾ ദ ഹീറ്റിംഗ് ഫ്ലെയിം? ആക്ച്വലി ബ്ലോ പൈപ്പിന് നമുക്കറിയാം 2 കൺട്രോൾ വാൽവാണ് ഉള്ളത്. ഒന്ന് ഓക്സിജൻ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാനും രണ്ടാമത്തത് ഫ്യൂവൽ ഗ്യാസിനെ കൺട്രോൾ ചെയ്യാനും. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ബി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 104. എ കട്ടിംഗ് ബ്ലോ പൈപ്പ് ഹാസ് ഡാഷ് കൺട്രോൾ വാൽവ്സ് ആൻഡ് 1 ഹൈ പ്രഷർ ലിവർ ടൈപ്പ് വാൽവ് ടു കൺട്രോൾ ഹീറ്റിംഗ് ഫ്ലെയിം? അപ്പോൾ കട്ടിംഗ് ബ്ലോ പൈപ്പിനകത്ത് ആക്ച്വലി സെയിം ആണ്, കൺട്രോൾ വാൽവ്സിന്റെ നമ്പറും വെൽഡിംഗ് ബ്ലോ പൈപ്പിന്റെ അതേ സെയിം ആണ്. അതായത് 2 കൺട്രോൾ വാൽവാണ് ഉള്ളത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് ഓക്സിജനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിംഗ് ഓക്സിജൻ ലിവർ എന്ന് പറഞ്ഞ എക്സ്ട്രാ ഒരു കമ്പോണന്റ് കൂടി ആഡ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസറും 2 തന്നെയാണ്, അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് 105. വാട്ട് ഈസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവൽ? സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ PSI പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 14.7 PSI ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. Spoil the metal surface. 106. Question number 106. Spoil the metal surface due to the effect of various elements in the atmospheric and water is called? ഈ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എലമെന്റ്സും വാട്ടർ കണ്ടന്റും കൂടി ചെയ്യുന്ന, അതായത് സ്പോയിൽ ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോഷൻ ആണ്. 106 ആൻസർ അപ്പോൾ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 107. Due to the formation of metal oxide which occurs when oxygen combines with the metals are called? നമുക്കറിയാം ഓക്സിജനായിട്ട് മെറ്റൽ കമ്പൈൻ ചെയ്ത് നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അത് ഒക്കർ ചെയ്യുന്നത് ഓക്സിഡൈസിങ് ഫ്ലെയിമിലാണ്. കാരണം അതിനകത്ത് ഓക്സിജന്റെ പ്രൊപ്പോർഷൻ ബാക്കി അസറ്റിലിൻ ഗ്യാസിനേക്കാളൊക്കെ കൂടുതലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 108. Removal of oxygen from the surrounding and reduce the effect of atmospheric contamination is called? അപ്പോൾ അതായത് സറൗണ്ടിന് ഓക്സിജനെ കുറച്ച് റിമൂവ് ചെയ്യുകയും അതുവഴി അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. The degree of temperature when a solid metal changes in the liquid state is called? ഏത് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന ടെമ്പറേച്ചർ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് പറയാ. അപ്പോൾ നമുക്കറിയാം അതിന്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 110. ക്വസ്റ്റ്യൻ നമ്പർ 110. കോപ്പർ മെൽറ്റ്സ് അറ്റ് ഡാഷ് ഡിഗ്രി സെൽഷ്യസ്? അപ്പോൾ കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ.
അടുത്തതാണ് അലുമിനിയം മെൽറ്റ്സ് അറ്റ് ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് 659 ഡിഗ്രി സെൽഷ്യസ് ആണ് അലുമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സ്റ്റീൽ ആണ്. 112 ആണ്. 112 ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ വരുന്നത് 1530 ആണ്. സ്റ്റീലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1530 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോപ്പർട്ടി 130th ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റൽ കണ്ടക്ട്സ് ഹീറ്റ് ടു ദ അഡ്ജസൻറ്റ് ഏരിയ ഓഫ് ദ ഹീറ്റഡ് ജോബ് ഈസ് കോൾഡ്. അപ്പോൾ അതായത് ഒരു ജോബിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഹീറ്റ് ഒരു പോർഷനിൽ നിന്ന് വേറൊരു പോർഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് അതിൻ്റെ കണ്ടക്ടിവിറ്റി, അതായത് തെർമൽ കണ്ടക്ടിവിറ്റി, ആ ഒരു പ്രോപ്പർട്ടി കാരണമാണ്, മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. സോ അതിൻ്റെ 113th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെറ്റൽസ് ആർ ഹീറ്റഡ് ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഇസ് കോൾഡ്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡയമെൻഷൻസ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ പറയുന്നത് ഇതാണ് തെർമൽ എക്സ്പാൻഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡയമെൻഷൻസ് കുറയുന്ന ഇതിനെ ഫിനോമിനയാണ് നമ്മൾ പറയുന്നതാണ് തെർമൽ കോൺട്രാക്ഷൻ. 115th ക്വസ്റ്റ്യൻ മെറ്റൽ ക്രിസ്റ്റൽസ് ആർ കോൾഡ്. ഗ്രെയിൻസ് എന്നാണ് പറയുക, മെറ്റൽ ക്രിസ്റ്റൽസിനെ നമ്മൾ പറയുന്നത് ഗ്രെയിൻസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരുന്നത് എ ആണ്. 116 the property of the metal which resists the force acting to pull it apart is called. അതായത് പുള്ള് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മെറ്റലിനെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് മെറ്റൽ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ 117th ക്വസ്റ്റ്യൻ ആണ്. ദ എബിലിറ്റി ഓഫ് ദ മെറ്റൽ ടു സ്ട്രെച്ച് ബെൻഡ് ഓർ ട്വിസ്റ്റ് ഈസ് കോൾഡ്. ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്നത്, മെറ്റീരിയൽ സ്ട്രെച്ച് ബെൻഡ് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, ആ ഒരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയും പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയലിന് എക്സാമ്പിളാണ് കോപ്പർ, അലുമിനിയം, സ്റ്റീൽ എന്നീ മെറ്റൽസ് ഒക്കെ ആ ഡക്റ്റൈൽ മെറ്റീരിയൽസിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ 118th ക്വസ്റ്റ്യൻ ആണ്. ദ എബിലിറ്റി ഓഫ് ദ മെറ്റൽ ടു വിത്ത്സ്റ്റാൻഡ് അബ്രേഷൻ കട്ടിംഗ് ആക്ഷൻ ബൈ എ ടൂൾ ഈസ് കോൾഡ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി, അതായത് കട്ടിംഗ് ടൂളിനൊക്കെ ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടിയാണ് അബ്രേഷൻ റെസിസ്റ്റൻസ്, കട്ടിംഗ് ആക്ഷനൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്. അപ്പോൾ 118th ക്വസ്റ്റ്യൻ ആൻസർ ആണ് സി വരുന്നത്. 119 വാട്ട് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ വിത്ത്സ്റ്റാൻഡ് സഡൻ ഫോഴ്സ് വിത്തൗട്ട് ബ്രേക്കിംഗ്. സഡൻ ഫോഴ്സ് വരുമ്പോഴത്തേക്ക് ബ്രേക്ക് ചെയ്യാതെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് ടഫ്നെസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 119th ക്വസ്റ്റ്യൻ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 120 ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ വിച്ച് ക്രാക്സ് സഡൻലി ഇഫ് പ്ലേസ്ഡ് അണ്ടർ എ പ്രഷർ ഓർ ലോഡ് ടു ബി ബെൻഡ് ഓർ ട്വിസ്റ്റ്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ഫോം ചെയ്യുന്നെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയും, പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയലിന് എക്സാമ്പിളാണ് സിറാമിക്സ്, ഗ്ലാസ്, ഈ ടൈപ്പ് മെറ്റീരിയലൊക്കെ ബ്രിട്ടിൽ മെറ്റീരിയലിന് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 121 ഇൻ മീഡിയം കാർബൺ സ്റ്റീൽ കാർബൺ റേഞ്ച് ഈസ്. അപ്പോൾ മീഡിയം കാർബൺ സ്റ്റീലിനകത്ത് കാർബണിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 to 0.6% ആണ്. ആൻസർ ബി ആണ്. 122 ക്വസ്റ്റ്യൻ നമ്പർ 122 ദ അറ്റോമിക് വെയിറ്റ് ഓഫ് ഓക്സിജൻ. നമുക്ക് എല്ലാവർക്കും അറിയാം 16 ആണ്, 16 gram ആണ് അറ്റോമിക് വെയിറ്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 123 ലിക്വിഡ് ഓക്സിജൻ ഹാസ് ഡാഷ് കളർ. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ഓക്സിജന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയിൻ ബ്ലൂ കളറാണ്. ഓക്കെ, ലൈറ്റ് ബ്ലൂ കളറാണ് ലിക്വിഡ് ഓക്സിജന്റെ കളറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 124 ക്വസ്റ്റ്യൻ നമ്പർ 124 ദ എമൗണ്ട് ഓഫ് ഡാഷ് ഇൻ ദ സ്റ്റീൽ കൺട്രോൾ ഇറ്റ്സ് ഹാർഡ്നെസ്, സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി ഓഫ് ദ സ്റ്റീൽ. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ ഹാർഡ്നെസ്, സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്
കാർബണിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് ഹാർഡ്നെസ് പ്രോപ്പർട്ടി കൂടിക്കൊണ്ടുവരും. മാത്രമല്ല ഇപ്പോൾ കാർബണിൻ്റെ പെർസെൻറ്റേജ് കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടി ഡക്റ്റൈൽ പ്രോപ്പർട്ടിയും വെൽഡബിലിറ്റി പ്രോപ്പർട്ടിയും കുറഞ്ഞാണ് വരിക. അപ്പോൾ അതായത് ഇത്തരം പ്രോപ്പർട്ടീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ 124th ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, അതായത് കാർബൺ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 125. വെൽഡിംഗ് ടെക്നിക് അപ് ടു 5 mm തിക്നെസ് വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ്. അതായത് തിക്നെസ് 5 mm വരെയുള്ള തിക്നെസ്സിന് തിക്കായിട്ടുള്ള മെറ്റലിൻ്റെ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് വേർഡ് ടെക്നിക്കാണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് 125 ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 126. വെൽഡിംഗ് ടെക്നിക് above 5 mm തിക്നെസ് വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ്. above 5 mm ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് റൈറ്റ് വേർഡ് ടെക്നിക്കാണ്. ഓപ്ഷൻ വരുന്നത് എ ആണ്. 127. ക്വസ്റ്റ്യൻ നമ്പർ 127. ഇൻ ഹൈ കാർബൺ സ്റ്റീൽ കാർബൺ റേഞ്ച് കാർബണിൻ്റെ പെർസെൻറ്റേജ്, ഹൈ കാർബൺ സ്റ്റീലിനകത്ത് കാർബണിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് 0.6 to 1.2% ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്തതാണ് ക്വസ്റ്റ്യൻ നമ്പർ 128. ദ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ബൈ വോളിയം ഇൻ എയർ ഇസ് ഈക്വൽ ടു. അപ്പോൾ എയറിനകത്തുള്ള ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21% ആണ് എയറിനകത്ത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 130. Which welding can be used only for very thin material or small parts of different material. Very thin material വേണ്ടിയിട്ട് ഉള്ള വെൽഡിംഗ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസോണിക് വെൽഡിംഗ് ആണ്. അൾട്രാസോണിക് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. അത് ഫ്യൂഷൻ നടന്നിട്ടല്ല വെൽഡിംഗ് ജോയിന്റ് ഫോം ചെയ്യണത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി അൾട്രാസോണിക് വൈബ്രേഷനും പ്രഷറും യൂസ് ചെയ്തിട്ട് മെറ്റീരിയലിനെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് അൾട്രാസോണിക് വെൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 131. For welding of mild steel to copper and brass, which filling rod is used. അപ്പോൾ മൈൽഡ് സ്റ്റീലിനെ കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് ആയിട്ട് വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ ബ്രോൺസ് എന്ന് പറഞ്ഞ ഫില്ലിംഗ് റോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഡി ആണ്. 131 ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 132. ഫോർ വെൽഡിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടു കോപ്പർ. സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കോപ്പർ ആയിട്ട് വെൽഡ് ചെയ്യുമ്പോൾ വിച്ച് ഫില്ലർ റോഡ് ഈസ് യൂസ്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫില്ലർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കൽ ബ്രോൺസ് ഫില്ലർ റോഡാണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 133. വാട്ട് ഈസ് ദ കളർ ഓഫ് അസറ്റിലിംഗ് ഗ്യാസ് ഫ്ലെയിം. അസറ്റിലിംഗ് ഗ്യാസ് ഫ്ലെയിമിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ കളറാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 134. ക്വസ്റ്റ്യൻ നമ്പർ 134. വാട്ട് ആർ ദ 3 ഫാക്ടേഴ്സ് പ്രസന്റ് ഇൻ കോമ്പിനേഷൻ ഓഫ് ഫയർ. ഫയറിന് ഉള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ വേണം. ഒരു ഫയറിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഹീറ്റ്, ഫ്യൂവല്, ഓക്സിജൻ. ഈ മൂന്ന് കണ്ടന്റ് ആണ് ഫയറിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് സി ആണ്. 135 ക്വസ്റ്റ്യൻ. എക്സ്റ്റിങ്ഷൻ ഓഫ് ദ ഫയർ ബൈ റിമൂവിങ് ഫ്യൂവൽ ഈസ് കോൾഡ്. അതായത് ഫ്യൂവൽ റിമൂവ് ചെയ്ത് എക്സ്റ്റിങ്ഷൻ നടക്കുന്നത് അതിന് പറയുന്ന പേരാണ് സ്റ്റാർവിങ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതായത് 3 കമ്പോണന്റ് ഉണ്ട്. 1 ഫ്യൂവല്, 2 ഓക്സിജൻ, 3 ഹീറ്റ്. അപ്പോൾ ഹീറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, കൂളിംഗ് ആണ്. ആ ഒരു പ്രോസസ്സിലൂടെ എക്സ്റ്റിങ്വിഷ് ചെയ്ത് കൂളിംഗ് ആണ്. ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഫ്യൂവൽ റിമൂവ് ചെയ്യുന്നതാണ് സ്റ്റാർവിങ്. അതേപോലെ ഓക്സിജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്മോദറിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്.